മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാകുന്നതിനിടെ വി.ഡി. സതീശൻ കൊച്ചിയിൽ തുടരുകയാണ്. നവമിയുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഞായറാഴ്ച പുലർച്ചെ 1:15 വി.ഡി. സതീശൻ കൊച്ചിയിലേക്ക് തിരികെ എത്തുന്നത് ഡൽഹിയിൽ നിന്ന്. അവിടെ മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിൽ 100ഓളം കോൺഗ്രസ് പ്രവർത്തകർ സതീശിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ എന്തിനാണ് ഈ പുലർച്ചെ വന്ന് നിൽക്കുന്നതെന്ന് അവിടെ കൂടിയെന്ന ആളുകളോട് സതീശൻ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളോടൊന്നും പറഞ്ഞില്ല. സ്വാഭാവികമാണ്, മാധ്യമങ്ങളോടൊന്നും സംസാരിച്ചതുമില്ല സതീശൻ. എന്താണ് സതീശൻ്റെ നീക്കം എന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു മറുപടി പ്രതീക്ഷിക്കാമോ? ഹരി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വി.ഡി. സതീശൻ സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയാണ്. വീട്ടിലും MLA ഓഫീസിലുമൊക്കെ ആയിട്ട് ആളുകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്നുള്ളൊരു തിരക്കിലൊക്കെയാണ്. സതീശനെ കാണാൻ നിരവധി പേരാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ അദ്ദേഹം വീട്ടിലുള്ളപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ചെറിയ പ്രശ്നപരിഹാരത്തിനോ അല്ലെങ്കിൽ പരാതികളൊക്കെ ബോധിപ്പിക്കാൻ ആളുകൾ വരിക എന്നതിനപ്പുറത്തേക്ക് വലിയ തിരക്ക് അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലോ ദേശത്തെ വീട്ടിലോ നമ്മൾ കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകർ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമാണ്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പൂച്ചെണ്ടുകൾ കൊണ്ട്, അഭിവാദ്യം പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന ആശീർവാദമൊക്കെ നൽകിക്കൊണ്ട് നിരവധി പ്രവർത്തകരും നാട്ടുകാരും ഒക്കെയാണ് അദ്ദേഹത്തിനെ രാവിലെ മുതൽ തന്നെ വീട്ടിൽ കാണാനായി എത്തുന്നത്. വി.ഡി. സതീശൻ എന്തായാലും ശുഭാപ്തി വിശ്വാസം കൈവിടുന്നില്ല. അവസാന വട്ടത്തിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനത്തിൽ തന്റെ പേരുണ്ടാകും എന്ന് തന്നെയാണ് വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ അനുയായികളും പ്രവർത്തകരും ഒക്കെ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തായാലും അദ്ദേഹത്തിനെ കാണുന്നതിനും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് നമുക്ക് കാണുമ്പോഴറിയാം. ഒരു കാര്യം ഹരി, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് വരെ, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം അധികം മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. അന്ന് ആ റിസൾട്ട് വന്നതിൻ്റെ അന്നും പിറ്റേന്നുമൊക്കെ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തി. ഈ മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചത് മുതൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ ഒരു വിധത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. മറിച്ച് മാധ്യമപ്രവർത്തകരോട്, നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും MLA ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് വ്യക്തിപരമായി മറ്റു കാര്യങ്ങളൊക്കെ, ദേശീയ രാഷ്ട്രീയത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ അതൊക്കെ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിനൊന്നും തന്നെ വി.ഡി. സതീശൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അങ്ങനെ തന്നെ ആയിരിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന്. മറിച്ച് നമ്മൾ അദ്ദേഹത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചത് കണ്ടത് അന്ന് ഹൈക്കമാൻഡിന്റെ അന്ന് ഒരു ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴാണ് ഈ പരസ്യ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഫ്ലെക്സ് പോരുകളൊക്കെ അവസാനിപ്പിക്കണമെന്ന പ്രവർത്തകരുടെ ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി നമ്മൾ കണ്ടത്. പക്ഷേ അദ്ദേഹം തിരിച്ചു കൊച്ചിയിലേക്ക് എത്തുമ്പോൾ, ഓരോ സമയവും അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന് നൽകുന്ന വരവേൽപ്പ് അത് പറയാതിരിക്കാൻ കഴിയില്ല. അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പാണ്. പ്രത്യേകിച്ച് DCC പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായിയുമായിട്ടുള്ള മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ തോളിലേറ്റി വാഹനത്തിലേക്ക് കൊണ്ടുവരികയും വി.ഡി. CM എന്ന ആഹ്വാനം എന്ന ആർപ്പുവിളികളോടൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴും നമ്മളത് കണ്ടതാണ്. അങ്ങനെ വി.ഡി. സതീശന് വേണ്ടി എറണാകുളം ജില്ലയിലെ പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. മറിച്ച് ഹൈക്കമാൻഡിന്റെ നിലപാട് അദ്ദേഹത്തിനെതിരായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും വി.ഡി. സതീശൻ എടുക്കുന്ന തീരുമാനം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കടുത്ത നിലപാടുകളിലേക്ക് വി.ഡി. സതീശൻ പോകുമോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രവർത്തകരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ വൈകാരികമായ പ്രതികരണം ഏത് വിധേനയാകും എന്നതും നമ്മൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇന്ന് മറ്റേ പൊതുപരിപാടികളൊന്നുമില്ല പ്രതിപക്ഷ നേതാവിന്. പകരം ജില്ലയിൽ തന്നെ തുടരുകയാണ്. വീട്ടിലും പുസ്തക വായനയും സഹപ്രവർത്തകരെയൊക്കെ കാണലും സംസാരിക്കലും ഒക്കെ ആയിട്ട് വീട്ടിലും MLA ഓഫീസിലുമൊക്കെ ആയിട്ട് അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തുടരുകയുമാണ്. അതാണ് നിലവിലെ സാഹചര്യം. കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഉത്തരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.